വിശാലമായ ഏരിയയോട് കൂടിയ ഈ ടെറസിൽ 750 ലിറ്ററിന്റെ 2 ഓവർഹെഡ് ടാങ്ക്സ് ആണ് വാട്ടർ സ്റ്റോറേജിനായി നൽകുന്നത്. ചുറ്റും ഇന്റർലോക്ക് ആയിട്ടുള്ള ചുറ്റുമതിലോട് കൂടിയ ഈ വീടിന്റെ ബാക്ക്യാർഡിൽ അലക്കുകല്ലും ഇൻസിനറേറ്റിംഗ് ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സിലിണ്ടർ സ്റ്റോറേജ് ഗ്രിൽ വർക്ക് നൽകി സെക്യൂർ ആക്കിയിട്ടുണ്ട്. എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന രീതിയിൽ വീടിന് ചുറ്റും CCTV ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. വുഡ് ഡിസൈനിൽ കാണുന്ന ഈ കിണർ വാട്ടർ ഫെസിലിറ്റിക്ക് മാത്രമല്ല, ഫ്രണ്ട് മുറ്റത്തിന് ഒരു ഡെക്കറേറ്റീവ് ആംബിയൻസ് കൂടെ നൽകുന്നുണ്ട്. നല്ലൊരു വാക്കിംഗ് സ്പേസോട് കൂടിയ ഈ മുറ്റം കംപ്ലീറ്റ് ആയി ലാൻഡ്സ്കേപ്പിംഗ് നൽകി ഭംഗിയാക്കിയിട്ടുണ്ട്. GA²2 20 അടി ഗേറ്റോട് കൂടിയ ഈ വീടിന് 3 വലിയ കാറും 2 വീലേഴ്സും പാർക്ക് ചെയ്യാനുള്ള വിശാലമായ സൗകര്യം ഇവിടെ ഉണ്ട്. ട്രഡീഷണൽ ഹൗസിന്റെ ടച്ച് വരുന്ന രീതിയിലാണ് ഈ വീടിന്റെ ഫീച്ചേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കിഴക്ക് ദർശനത്തിലാണ് വീട് പണി തീർത്തിട്ടുള്ളത്. പ്യൂർ കണ്ടംപററി ടച്ചിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീട് തന്നെയാണിത്. നല്ലൊരു കളർ കോൺട്രാസ്റ്റിലാണ് പെയിന്റിങ്ങും ക്ലാഡിങ്ങും സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനു പുറമെ മറ്റ് ഡിസൈൻ വർക്ക്സും ഒരു അപ്പർ ലാൻഡ്സ്കേപ്പിംഗ് ഏരിയയും നൽകി ഫ്രണ്ട് വ്യൂ വ്യത്യസ്തമാക്കിയിട്ടുണ്ട്. ഈ ഫാക്ടേഴ്സ് എല്ലാം ഹൈലൈറ്റ് ചെയ്യിക്കുന്നത് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് തന്നെയാണ്. ഈ വീട് സ്ഥിതി ചെയ്യുന്ന പ്രൈം ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം മലയൻകീഴ് താലൂക്ക് ഹോസ്പിറ്റലിനടുത്തായി മെയിൻ റോഡിനോട് ചേർന്നാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. (13x4) ഈ സിറ്റ് ഔട്ട് വീതി കുറച്ച് നീളത്തിലാണ് നൽകിയിട്ടുള്ളത്. ഈ സിറ്റ് ഔട്ടിനെ മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിലാണ് സ്റ്റെപ്സ് നൽകിയിട്ടുള്ളത്. ലിൻഡിൽ വരെ മൊത്തത്തിൽ വോൾ ക്ലാഡിംഗ് നൽകിയിട്ടുള്ള ഈ സിറ്റ് ഔട്ടിന് ട്രഡീഷണൽ ടച്ചിലുള്ള അപ്സ്വിംഗിംഗ് വിൻഡോയാണ് നൽകിയിട്ടുള്ളത്. ഫ്രണ്ട് ഡോറ് തേക്കിലാണ് പണി തീർത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്നും കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഏരിയയിലാണ്. ഒരു സീലിംഗ് വർക്കാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സാമാന്യം വലുപ്പമേറിയതും സ്റ്റോറേജ് സ്പേസോട് കൂടിയതുമായ വാൾ മൗണ്ടഡ് TV ഷെൽഫ് ലിവിംഗ് ഏരിയയുടെ ഓവറോൾ വ്യൂ എൻഹാൻസ് ചെയ്യിക്കുന്നുണ്ട്. CCTV സെറ്റിംഗും ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 24x20 അടിയിലെ ഈ വലുപ്പമേറിയ ലിവിംഗിലെ സീലിംഗ് വർക്ക് തന്നെയാണ് എടുത്തു പറയുന്നത്. ഒരു ട്രഡീഷണൽ ടച്ച് വരുന്ന രീതിയിലാണ് സീലിംഗ് ഡിസൈൻ വർക്ക്സും വാൾ പാനലിംഗും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. പർഗോള ലൈറ്റ് ലഭിക്കുന്ന രീതിയിൽ 11x7 അടിയിലെ ഒരു കോർട്ട്യാർഡ് പ്രൊവിഷൻ സ്റ്റെയറിന് സമീപത്തായി നൽകിയിട്ടുണ്ട്. ഇൻവെർട്ടർ പ്രൊവിഷൻ ഒതുങ്ങിയ രീതിയിൽ സ്റ്റെയർ ബോട്ടം സ്പേസിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ട്രഡീഷണൽ ടച്ചിൽ വരുന്ന ഗ്ലാസ് ഡോറോട് കൂടിയ വലിയൊരു സ്റ്റോറേജ് സ്പേസും ഡൈനിങ് ഏരിയയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മിററോട് കൂടിയ ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ കൗണ്ടറും ഈ ഷെൽഫിനോട് ചേർത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. വലിയൊരു ഡൈനിങ് ടേബിൾ സ്പേസ് അവൈലബിൾ ആയിട്ടുള്ള ഈ ഏരിയയുടെ വലിപ്പം 15x20 അടിയാണ്. വുഡ് ഡിസൈനിൽ ചെയ്തെടുത്ത ഒരു ഗംഭീരൻ എൻട്രൻസ് ആണ് കിച്ചന് നൽകിയിട്ടുള്ളത്. 11x10 അടിയിലുള്ള ഈ ഓപ്പൺ മോഡുലാർ കിച്ചണിൽ ഗ്രാനൈറ്റ് ടോപ്പോട് കൂടിയ ബോട്ടം കൗണ്ടറും ടോപ്പ് കൗണ്ടറും നൽകിയിട്ടുണ്ട്. വുഡ് ഫിനിഷ്ഡ് ആന്റി സ്കിഡ് ടൈൽസ് ആണ് പ്രത്യേകമായി ഇവിടെ ഫ്ലോറിംഗിനായി യൂസ് ചെയ്തിരിക്കുന്നത്. വർക്കിംഗ് സ്ലാബോട് കൂടിയ ഒരു അറ്റാച്ച്ഡ് വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട്. മൂവിംഗ് സ്പേസോട് കൂടിയ 10x4 അടി വലുപ്പത്തിലാണ് ഈ വർക്ക് ഏരിയ. 2 വലിയ വാർഡ്രോബോട് കൂടിയാണ് മാസ്റ്റർ ബെഡ്റൂം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. 18x15 അടി വലുപ്പത്തിലുള്ള ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് ടോയ്ലറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആന്റി സ്കിഡ് വുഡൻ ഡിസൈനിൽ ഫിനിഷ് ചെയ്ത സ്റ്റെയറിന് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വുഡൻ ടോപ്പ് റെയിലിൽ ഉള്ള ഹാൻഡ് റെയിലാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ ഏരിയ വോൾ കംപ്ലീറ്റ് ആയി ഡിസൈൻഡ് ടൈൽസ് നൽകി വ്യത്യസ്തമാക്കിയിട്ടുണ്ട്. വെന്റിലേഷനായി റൂഫ് ടോപ്പ് പർഗോളയും നൽകുന്നുണ്ട്.
അപ്പർ ഫ്ലോറിൽ 10x10 അടിയിൽ പ്രത്യേകമായി ഒരു ലോണ്ടറി ഏരിയ നൽകുന്നുണ്ട്. വാഷിംഗ് മെഷീൻ ഫെസിലിറ്റി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. വലിയൊരു പാസേജോട് കൂടിയതാണ് ഇവിടുത്തെ ലിവിംഗ് ഏരിയ. ഇതൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് തന്നെയാണ്. വീടിന്റെ എല്ലാ ഏരിയയും ഫോൾ സീലിംഗ് നൽകി തന്നെയാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം ആണിത്. 18x13 അടിയിലെ വിശാലമായ ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. വാർഡ്രോബോട് കൂടിയ ഈ ബെഡ്റൂമിന്റെ മെയിൻ വാൾ പാനലിംഗും ഹൈലൈറ്റ് പെയിന്റും നൽകിയാണ് വ്യത്യസ്തമാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂം പോലെ തന്നെ ഇതും വാർഡ്രോബും വാൾ പാനലിംഗും നൽകി ഭംഗിയാക്കിയിട്ടുണ്ട്. 18x12 അടിയിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 2 വാർഡ്രോബും വാൾ പാനലിംഗും വാൾ പെയിന്റിംഗോടും കൂടിയ 18x15 അടി വലിപ്പത്തിലാണ് മൂന്നാമത്തെ ബെഡ്റൂം വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. (13x8 അടിയിലെ ഈ ബാൽക്കണിക്ക് ഡിസൈൻഡ് ടപ്പേഡ് ഗ്ലാസിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തീർത്ത ഹാൻഡ് റെയിലാണ് നൽകിയിട്ടുള്ളത്. ബാൽക്കണിയോട് ചേർന്നുള്ള ഈ ഇൻഡോർ പ്ലാന്റ്സ് ഏരിയ ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് നമുക്ക് നൽകുന്നത്. വി-ഗാർഡിന്റെ ഇലക്ട്രിക് കേബിളും ഫിറ്റിംഗ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1 കിലോമീറ്റർ ചുറ്റളവിൽ ബേസിക് റിക്വയർമെന്റ്സിനുള്ള എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ പോഷ് ഏരിയയിലാണ് ഈ വീടിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 6 സെന്റ് സ്ക്വയർ പ്ലോട്ടിൽ ഏകദേശം 2800 സ്ക്വയർ ഫീറ്റ് സൂപ്പർ ബിൽഡപ്പ് ഏരിയയിൽ 2240 സ്ക്വയർ ഫീറ്റ് കാർപ്പറ്റ് ഏരിയ നൽകിക്കൊണ്ടാണ് ഈ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് 1,25,00,000 രൂപയാണ്. ഇത് തീർത്തും നെഗോഷ്യബിൾ തന്നെയാണ്. താല്പര്യമുള്ള കസ്റ്റമേഴ്സിനെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മെയിൻ റോഡ്, മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 50 മീറ്റർ ഡിസ്റ്റൻസിൽ 6 സെന്റിലെ 2800 സ്ക്വയർ ഫീറ്റിലെ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഡബിൾ സ്റ്റോറി ലക്ഷറിയസ് ഹൗസ് മേടിക്കാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സിന് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ വീട്. ഇവിടുത്തെ ഹോം ലോൺ ഫെസിലിറ്റിയും ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്ത് നൽകുന്നതാണ്. ഇതുപോലുള്ള വീടുകൾ നിങ്ങൾക്ക് നിർമ്മിച്ചു നൽകാനായാലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.